നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് പ്രവചിച്ച് ലോക്പോൾ പുറത്തുവിട്ട പ്രീ ഇലക്ഷൻ സർവേ ഫലങ്ങൾ പറയുന്നു. ഭരണകക്ഷിയായ LDFനെ പിന്നിലാക്കി UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. സർവേ പ്രകാരം ആകെയുള്ള 140 സീറ്റുകളിൽ 81 മുതൽ 86 വരെ സീറ്റുകൾ നേടി UDF അധികാരം പിടിച്ചെടുക്കും. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDFന് 51 മുതൽ 59 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും സർവേ പ്രവചിക്കുന്നു. BJP നയിക്കുന്ന NDA 0 മുതൽ 2 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എന്നും സർവേ പറയുകയാണ്. UDFന്റെ വോട്ട് ശതമാനം 43 മുതൽ 45% വരെ വോട്ട് വിഹിതം ലഭിക്കാമെന്നാണ് പറയുന്നത്. LDFന്റെ വോട്ട് ശതമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ 39 മുതൽ 41% വരെ വോട്ട് വിഹിതം LDFനും ലഭിക്കാമെന്നും സർവേ പ്രവചിക്കുന്നു. NDAക്ക് 13 മുതൽ 15% വരെ വോട്ട് വിഹിതം ലഭിക്കുമെന്നും സർവേ പറയുകയാണ്. സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ച വൻ വിവാദങ്ങളാണ് LDFന് തിരിച്ചടിയാകുന്നത് എന്നാണ് സർവേ പറയുന്നത്. ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് കേസും അനുബന്ധ ക്രമക്കേടുകളും LDFന്റെ വിശ്വാസ്യതയെ കാര്യമായി ബാധിച്ചു എന്നും സർവേ പറയുന്നു. AP സമസ്ത മുസ്ലിം ലീഗുമായി അടുത്തതും സഭകളുമായുള്ള കോൺഗ്രസിന്റെ സജീവ സമ്പർക്കവും UDFന് അനുകൂലമായ വോട്ട് ഏകീകരണത്തിന് കാരണമാകുമെന്നും സർവേ വിലയിരുത്തുകയാണ്. റബ്ബർ കർഷകരുടെ പ്രതിഷേധവും വന്യജീവി ആക്രമണങ്ങളും മലയോര മേഖലയിലെ കർഷകരുടെ അതൃപ്തിയും LDF വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കും. തെക്കൻ കേരളത്തിലെ പരമ്പരാഗത LDF വോട്ടർമാരായ നെൽ കർഷകർ, കശുവണ്ടി തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ എന്നിവർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി UDF വിജയങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും സർവേ പറയുകയാണ്. വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കരുത്തിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ UDF വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് സർവേ പറയുന്നത്. എന്നാൽ കണ്ണൂരിലും പാലക്കാട്ടും തങ്ങളുടെ കോട്ടകൾ നിലനിർത്താൻ LDFന് സാധിച്ചേക്കുമെന്നും സർവേ പറയുന്നുണ്ട്. മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് തൃശൂർ, എറണാകുളം ജില്ലകളിൽ UDFന് അത് കരുത്താകും. കേരള കോൺഗ്രസ് M വിഭാഗത്തിലെ ആഭ്യന്തര തർക്കങ്ങളും വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകും എന്ന വിലയിരുത്തലാണ് സർവേ പങ്കുവെക്കുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ LDF താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് ഈ മേഖലയിലാണ് എന്ന് സർവേ പറയുന്നു. എന്നിരുന്നാലും പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ UDF തൂത്തുവാരാൻ സാധ്യതയുണ്ട് എന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. BJPയുടെ മുന്നേറ്റം തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ മാത്രമായി ഒതുങ്ങാനാണ് സാധ്യത എന്നാണ് സർവേ പ്രവചിക്കുന്നത്. പരമ്പരാഗത LDF വോട്ടുകൾ BJP പിടിക്കുന്നത് പലയിടത്തും UDFന് പരോക്ഷമായി ഗുണകരമാകുമെന്നും സർവേ വിലയിരുത്തുകയാണ്. അങ്ങനെ വ്യക്തമായ ആധിപത്യത്തോടുകൂടി UDF അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തും എന്നാണ് സർവേ പ്രവചിക്കുന്നത്.